വീഡിയോയും പറയാൻ പോകുന്നത് ഹിപ്പോപ്പൊട്ടാമസിനെ കുറിച്ചാണ്. നമ്മൾ കാഴ്ച ബംഗ്ലാവിലൊക്കെ പോകുമ്പോൾ ഹിപ്പോപ്പൊട്ടാമസ് വെള്ളത്തിൽ ഇറങ്ങിക്കിടക്കുന്നതും അതിഭയങ്കരമായ പല ശബ്ദങ്ങളും ഉണ്ടാക്കുന്നതായി കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെയുണ്ട്. ആനയും കണ്ടാമൃഗവും കഴിഞ്ഞാൽ വലുപ്പത്തിൽ 3-ാം സ്ഥാനം ഹിപ്പോപ്പൊട്ടാമസ് തന്നെയാണ്. ഈ മൃഗം സസ്യഭുക്കാണ്. ആഫ്രിക്കയിലാണ് ഹിപ്പോപ്പൊട്ടാമസ് അധികമായും ഉള്ളത്. ആക്രമണ സ്വഭാവമുള്ള മൃഗമാണ്. ആഫ്രിക്കയിൽ തന്നെ 500-ലധികം മനുഷ്യരാണ് വർഷത്തിൽ ഈ മൃഗം മൂലം മരണപ്പെടുന്നത്. 54 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് സസ്തനികളായ തിമിംഗലം, ഡോൾഫിൻ എന്നിവയിൽ നിന്നും പരിണമിച്ചുണ്ടായതാണെന്നാണ് നിഗമനം. ഹിപ്പോപ്പൊട്ടാമസിന് മലയാളത്തിൽ നീർക്കുതിര എന്നാണ്. ഹിപ്പോ എന്നതിന് കുതിര എന്നും പൊട്ടാമസ് എന്നതിന് നദി എന്നും അർത്ഥമുണ്ട്. അതിൽ നിന്നാണ് നീർക്കുതിര എന്ന പദം വന്നിരിക്കുന്നത്. ഹിപ്പോപ്പൊട്ടാമസ് അധികവും നീന്തൽക്കാരുമൊന്നുമല്ല. എങ്കിലും ചതുപ്പ് നിറഞ്ഞ വെള്ളക്കെട്ടുകളിലും തടാകങ്ങളിലും വളരെ ആഴമില്ലാത്ത 2 മീറ്റർ താഴ്ചയുള്ള വെള്ളത്തിലുമാണ് ഇവ കഴിയുന്നത്. നല്ല വെയിലുള്ളപ്പോൾ വെള്ളത്തിൽ തന്നെയാണ് കഴിയുക. കാരണം അവയുടെ തൊലി മിനുസമാർന്ന തൊലിയാണ്. വെയിൽ കൊള്ളുമ്പോൾ തൊലിയിലെ ജലാംശം വറ്റി വരണ്ടു പോകും. അതിൻ്റെ ശരീരപ്രകൃതി ഒരു കുടൽ പോലെ തടിച്ചതാണ്. തലയുടെ മുകൾ ഭാഗത്തായിട്ട് 2 കണ്ണുകളും മൂക്കുകളും ഉണ്ട്. ഇത് വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് മൂക്കിൽ കൂടി ഓക്സിജൻ ലഭിക്കുന്നതിന് വേണ്ടി തലയെപ്പോഴും പൊക്കി പിടിക്കുന്നത് കാണാം. കണ്ണുകൾ കൊണ്ട് 360 ഡിഗ്രി വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ വെട്ടിച്ച് തിരിയുന്നതിനും ഇതുകൊണ്ട് സാധിക്കും. വെള്ളത്തിൽ കിടക്കുമ്പോൾ ചെവിക്കുള്ളിൽ ചെളി കയറാതെ പിടിക്കാനും മൂക്കടച്ച് പിടിക്കാനും ഇതിന് സാധിക്കും. ഇവയ്ക്ക് വിയർപ്പ് ഗ്രന്ഥികളും സെഡേഷൻ ഗ്രന്ഥികളും ഇല്ല. ഒരു വലിയ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ഭാരം ഏകദേശം 1300 കിലോ മുതൽ 3200 കിലോ വരെയാണ്. 9 അടി നീളവും 5 അടിയിലധികം ഉയരവും ഉണ്ടായിരിക്കും. ഇവ വെള്ളത്തിൽ തന്നെയാണ് വിസർജ്യം ചെയ്യുന്നത്. ഒരു പ്രൊപ്പല്ലർ കറങ്ങുന്നതിന് സമമാണ്. ഇവ മലം ചീറ്റിത്തെറിപ്പിക്കുന്നത് ഇവ ഉണ്ടായിരിക്കുന്ന വെള്ളത്തിൽ ധാരാളം കൊഴുപ്പുകൾ കാണാം. ഇവയ്ക്ക് 4 കുളമ്പുകളാണ് ഉള്ളത്. ഒരു ചെറിയ വാലും ഉണ്ടായിരിക്കും. ഇവയുടെ കോമ്പല്ല് ഒള്ളിപ്പല്ലിന് 40 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും. ഈ പല്ലുകൾ അവയ്ക്ക് ചവയ്ക്കാനുള്ളതല്ല, നേരെ മറിച്ച് ശത്രുക്കളെ ഭയപ്പെടുത്തുന്നതിനും ഇണകളെ ആകർഷിക്കുന്നതിനുമായാണ് ഇവ ഉപയോഗിക്കാറ്. കൂട്ടമായി വെള്ളത്തിൽ വെച്ച് തന്നെയാണ് ഇവയുടെ ഇണചേലം പ്രസവിക്കാറുമുള്ളത്. ഇവയുടെ മറ്റൊരു പ്രത്യേകത, ഇവ വെള്ളത്തിൽ ഉറങ്ങുന്ന സമയത്തും ശ്വാസം എടുക്കുന്നതിന് വേണ്ടി വെള്ളത്തിന് മുകളിലോട്ട് മൂക്ക് തുറന്നു പിടിക്കാറുണ്ട്. ഹിപ്പോപ്പൊട്ടാമസിന് 3 അറകളാണ് വയറിൽ ഉള്ളത്. ഇവയുടെ നിറം പർപ്പിൾ കളർ ആണ്. അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുന്നതുകൊണ്ട് ഇവയുടെ തൊലി ചുവപ്പ് നിറത്തിലായി കാണപ്പെടാറുണ്ട്. ഹിപ്പോപ്പൊട്ടാമസുകളിൽ പെൺ ഹിപ്പോപ്പൊട്ടാമസ് വളരെ അഗ്രസീവായി കാണപ്പെടാറുണ്ട്. അതിൻ്റെ കാരണം പ്രസവിച്ച് കുട്ടിയെ നോക്കുന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധയാണ്. 8 മാസമാണ് ഗർഭകാലം. ഹാൺ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ആയുസ്സ് 55 വയസ്സ് മുതൽ 60-62 വയസ്സ് വരെ ആയിരിക്കും. പെൺ ഹിപ്പോപ്പൊട്ടാമസിന് ആയുസ് കുറവായിരിക്കും. ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന മൃഗമായാണ് ഹിപ്പോപ്പൊട്ടാമസിനെ കണക്കാക്കുന്നത്. കാരണം ആഫ്രിക്കയിലെ മനുഷ്യർ ഇവയെ മാംസത്തിനായും അവയുടെ കൊമ്പനുകൾ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനായും ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക് യു ആൾ.